ഹലോ, നമുക്ക് മിച്ചം വന്ന ചോറും കൊണ്ട് നമുക്ക് വൈകുന്നേരത്തിന് പെട്ടെന്നൊരു ഹോം മെയ്ഡ് ബെറോട്ട ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഒരു കപ്പ് ചോറ് എടുക്കുക, അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചിടുക, മിക്സിയിൽ അടിച്ചെടുക്കുക കേട്ടോ. പെട്ടെന്ന് അടിച്ച് കിട്ടും, വെള്ളമൊന്നും ചേർക്കേണ്ട. ഒരു ബൗളിലേക്ക് മാറ്റിയെടുക്കുക. പിന്നീട് നമുക്ക് ഒരു കാൽ കപ്പോളം മൈദ ചേർക്കുക, ഉപ്പ് ചേർക്കുക, ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കുക. ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ കുഴച്ച് മാറ്റി വെക്കുക. കൂടെ ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ. പിന്നീട് നമുക്ക് ഒരു ബൗളിലോട്ട് 2 ടേബിൾ സ്പൂൺ മൈദയും എണ്ണയും കൂടെ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. അതൊരാവശ്യമുണ്ട് നമുക്ക്. പിന്നീട് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന ബാറ്റർ ഇതുപോലെ ഒന്ന് ഉരുട്ടി ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കുക. നല്ല സോഫ്റ്റാണിത്, കാരണം ചോറല്ലേ നമ്മൾ ചേർത്തിരിക്കുന്നത്, അതുകൊണ്ട്. പിന്നീട് ഇതിനെ നന്നായിട്ട് ഇതുപോലെ ചെറുതായിട്ട് മെല്ലെ സോഫ്റ്റായിട്ട് പരത്തിയെടുത്ത് ഒരു ചപ്പാത്തിയുടെ ഷേപ്പായി കഴിയുമ്പം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മൈദയും എണ്ണയുമില്ലേ, അത് ഒരു സ്പൂൺ ഇതിലേക്ക് വെച്ചേച്ച് കൈ കൊണ്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നീട് 2 വശം അപ്പുറം ഇപ്പുറം തിരിച്ച് മടക്കുക. അതിൻ്റെ മുകളിലും ഇതുപോലെ ഒന്ന് എണ്ണ തടവി കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് ലെയറായിട്ട് വരും ഈ ബെറോട്ട. പിന്നീട് നന്നായിട്ട് ചൂടായ തവയിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക. 2 പ്രാവശ്യം തിരിച്ചും മറിച്ച് ഇട്ടതിന് ശേഷം ഒരു സ്പൂൺ എണ്ണയൊന്ന് മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അന്നേരം അതിന് ശേഷം തിരിച്ചെടുക്കുമ്പോൾ നന്നായിട്ടത് പൊങ്ങി അങ്ങോട്ട് വരും. പഞ്ചസാര ചേർക്കുന്നത് നല്ല കളർ കിട്ടാനാണ് കേട്ടോ. പിന്നീട് നമുക്ക് അത് തിരിച്ചു മറിച്ചിടാം. പെട്ടെന്ന് വെന്ത് കിട്ടും. ഒത്തിരി വലിയ തീയിലേക്ക് ഇടരുത്, കരിഞ്ഞു പോകും. കണ്ടോ, ഇതുപോലെ ലെയറായിട്ട് കിട്ടും. നല്ല ചൂടൻ ബീഫിൻ്റെ കൂടെയും ചിക്കൻ കറിയുടെ കൂടെയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. 4 മണിക്ക് പിള്ളേർ വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വ്ളോഗിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ. ഞങ്ങളുടെ വ്ളോഗ് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ